കേരള സർക്കാരിൻ്റെയും സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും 2012-13 വാർഷിക പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പച്ചക്കറി വികസന പദ്ധതി. സംസ്ഥാനത്തെ പച്ചക്കറി സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏകദേശം 45 കോടി രൂപയാണ് സംസ്ഥാനത്തുടനീളം ഈ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികൾ മുഖേനയുള്ള വീട്ടുവളപ്പിലെ കൃഷി, സ്കൂൾ പച്ചക്കറി കൃഷി, പച്ചക്കറി ഗ്രൂപ്പ് കൃഷി അഥവാ വെജിറ്റബിൾ ക്ലസ്റ്റർ, പൊതുസ്ഥാപനങ്ങളിലെ പച്ചക്കറി കൃഷി, ടെറസ് പച്ചക്കറി കൃഷി എന്നിങ്ങനെ വിവിധ തലങ്ങളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. റാന്നി പെരിനാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ 11 സ്കൂളുകളിലായി 2000 പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. ഇതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം റാന്നി പെരിനാട് ഹൈസ്കൂളിലും റാന്നി ഗവൺമെൻറ് LPSലും നടന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട റാന്നി പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PS പ്രസാദ് അവർ നിർവഹിച്ചു. സ്കൂളിലെ കുട്ടികളെ എല്ലാം അണിനിരത്തി അവർക്ക് പച്ചക്കറി കൃഷിയുടെ ആവശ്യം മനസ്സിലാക്കി കൊടുത്ത് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ദൃഢപ്രതിജ്ഞയും ചൊല്ലിച്ചാണ് അവർക്ക് വിത്തുകൾ നൽകിയത്. വളരെ ഉത്സാഹത്തോടെയാണ് റാന്നി പെരിനാട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിത്ത് പാക്കറ്റുകൾ ഏറ്റുവാങ്ങിയത്. പ്രതിജ്ഞ ഏറ്റുചൊല്ലിയ ആവേശത്തിൽ അധ്യാപകരുടെ നിയന്ത്രണത്തിൽ കുട്ടികൾ തന്നെ വിത്ത് വിതരണത്തിൻ്റെ ചുമതല സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളും വളരെ ആവേശത്തോടെയാണ് ഈ പച്ചക്കറി വിത്തുകൾ കൈപ്പറ്റിയത്. പ്രതിജ്ഞ ചൊല്ലുവാനും ഓരോ വിത്തുകൾ നോക്കി അവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും കുട്ടികൾ തമ്മിൽ ഒരു മത്സരം തന്നെയാണ് നടന്നത്. ബഥനി സെൻറ് മേരീസ് ഹൈസ്കൂളിലെ പച്ചക്കറി വിത്ത് വിതരണം ശരിക്കും ഒരു ഉത്സവം തന്നെയായിരുന്നു. 700ഓളം വരുന്ന കുട്ടികളെ എല്ലാവരെയും അണിനിരത്തി വിത്ത് വിതരണം നടത്താൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ മറീന കാണിച്ച ഉത്സാഹം അഭിനന്ദനാർഹം തന്നെയാണ്. സ്കൂൾ ലീഡർ ചൊല്ലിക്കൊടുത്ത ദൃഢപ്രതിജ്ഞ കുട്ടികൾ ആവേശത്തോടെ ഏറ്റുചൊല്ലി. കാർഷിക വികസന സമിതി അംഗം ശ്രീ PS നടരാജപിള്ള ആമുഖ പ്രസംഗം നടത്തി. മടിയന്മാരായി മാറുകയാണ്, ജോലി ചെയ്യാതെ. ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് നല്ല നേട്ടങ്ങളുണ്ടാകും. ജോലി ചെയ്യാതിരുന്നാൽ ധാരാളം അനാരോഗ്യാവസ്ഥയാണ് നമ്മൾ നേടുന്നത്. അതുകൊണ്ട് സാറ് പറഞ്ഞതിന്റെ സാരാംശം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് കിച്ചൺ ഗാർഡൻ പച്ചക്കറികളെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കാതെ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉത്പാദിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ടിവിയിൽ കാണിച്ചിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികൾ ഇങ്ങോട്ട് അങ്ങോട്ട് അയക്കുന്ന സമയത്ത് തന്നെ കീടനാശിനികൾ അടിച്ചാണ് വരുന്നത്. അതിന്റെ 20 ദിവസത്തിന് മുമ്പ് കീടനാശിനി അടിക്കണമെന്നാണ് അതിന്റെ എഫക്റ്റ് പറയാൻ വേണ്ടി. പക്ഷേ കീടനാശിനി അടിച്ച് തന്നെ ഇങ്ങോട്ട് വിടുന്നത്. ആ കാരണം ചോദിച്ചപ്പോൾ ആ കീടനാശിനി അടിച്ചില്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് കേടായി ഉള്ളിലേക്ക് കടന്നു പോകുന്നതുകൊണ്ടാണ് ക്യാൻസർ പോലുള്ള രോഗങ്ങളെല്ലാം നമുക്ക് പിടിപെടുന്നത്. അതുകൊണ്ട് നാം ഈ പച്ചക്കറി, പ്രത്യേകിച്ച് പച്ചക്കറി കാര്യത്തിലെങ്കിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് പച്ചക്കറി നമ്മുടെ വീട്ടിന് ആവശ്യമുള്ള പച്ചക്കറികൾ നാം തന്നെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കണം. താങ്ക് യു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ക്രിസ്റ്റീന കുട്ടികൾക്ക് പച്ചക്കറി കൃഷിയുടെ ആവശ്യകത മനസ്സിലാക്കി കൊടുത്തു. അതുപോലെ തന്നെ മാതാപിതാക്കളിലും കൃഷിയുടെ ബോധവൽക്കരണം, കൃഷിയുടെ മാഹാത്മ്യം എത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിയിക്കുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിയാണ് സ്കൂൾ കുട്ടികളിൽ കൂടി കാർഷിക വിളകളുടെ വിത്തുകൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ളതാണ്. നിങ്ങളെ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷം അത് തരും. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൂടി വിത്തുകളെ വിതരണം ചെയ്ത്
വീടുകളിൽ അവരവർക്ക് ആവശ്യമായ എങ്കിലും പച്ചക്കറികളെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പൊ ഈ സ്കൂളിലും അതിന് ഭാഗമാക്കിയതിനും അതിന്റെ സംഘാടകരോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. മാത്രമല്ല, ഈ വിത്ത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളത് പ്രയോജനപ്പെടുത്തി ഉപയോഗപ്പെടുത്തി വീടുകളിൽ നിങ്ങൾ കൂടി കൂടുതൽ മാതാപിതാക്കൾക്ക് ശ്രദ്ധ ചെലുത്തി നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എങ്കിലും ആവശ്യമുള്ള പച്ചക്കറികളെ ഉൽപ്പാദിപ്പിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാകണം. അതിന് നിങ്ങൾ സഹായിക്കും, നിങ്ങൾ കൂടി സഹായിക്കണം. മാതാപിതാക്കള് നിങ്ങളെ സഹായിക്കും. സാർ പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിൽ കാർഷിക വിള ഈ തന്നിരിക്കുന്ന വിത്തുകള് നന്നായി പ്രയോജനപ്പെടുത്തി നല്ല വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനം നൽകുന്നതായിരിക്കും. അത് ഞങ്ങൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ വീടുകളിൽ വന്ന് ഞങ്ങൾ തന്നെ അതിന്റെ തെളിവുകൾ ശേഖരിക്കും. അത് കൊണ്ടുപോയി വിത്തുകൾ പ്രയോജനപ്പെടുത്തിയോ അതോ നല്ല വിളവ് ലഭിക്കുന്നുണ്ടോ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചപ്പെടുത്തി ഞങ്ങളത് കൃഷി ഓഫീസറെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പ്രോജക്റ്റ് വർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലാ കുട്ടികളും ഇതിന്റെ രേഖകൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള വിത്തുകളാണ് തന്നത്, അത് ഏതെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുത്തി ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ശേഖരിക്കുവാൻ സാധിച്ചുവോ എന്നുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുകയും ആ തെളിവുകളും അതുപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീടുകളെ ഞങ്ങളുടെ അധ്യാപകരെ സന്ദർശിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ അത് ചുമതല കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുങ്ങളും ഈ വിത്തുകൾ കിട്ടുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ വീടുകളിൽ ഇത് വളർത്തിയെടുക്കണം. രണ്ട് പ്രയോജനമാണ്. ഒന്ന്, നമുക്ക് ലാഭകരമാക്കാം. അതായത് നമ്മുടെ പണം അധികം ചെലവാകാതെ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന്, സാറ് പറഞ്ഞതുപോലെ മാലിന്യ വിമുക്തമായിട്ട്, അതായത് വിഷാംശം കുറഞ്ഞ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമുക്കത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഉദ്ഘാടനം എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ അവരുടെ ക്ലാസ്സുകളിൽ ഈ വിത്ത് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫോമുണ്ട്, ആ ഫോമും തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം മാത്രം ഇപ്പോൾ വൈദ്യ സാർ കുറച്ച് കുട്ടികൾക്ക് നൽകിക്കൊണ്ട് ഇവിടെ നിർവഹിക്കപ്പെടുന്നതാണ്. അഞ്ജൻ ഷാജി, മലയോര പ്രദേശത്തെ സ്കൂളായ കിസുമം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും കുട്ടികൾ ആവേശത്തോടെ പ്രതിജ്ഞ ചൊല്ലി വിത്തുകൾ ഏറ്റുവാങ്ങി. എന്ന പഴമൊഴിയെ ആസ്പദമാക്കി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുന്ദര വിത്തിനെ മണ്ണ് കാണിച്ച് മാനം കാണിച്ച് വളം ചെയ്ത് നല്ല ഉളവാക്കി മാറ്റുമെന്ന് ഞാൻ
കൃഷി ഓഫീസറും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും ചേർന്ന് വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ച് കൃഷി വിലയിരുത്തുകയുണ്ടായി. ഇതിനു പുറമെ കൂനംകര ശബരി ശരണാശ്രമത്തിൽ പച്ചക്കറി കൃഷി വിപുലീകരിക്കുന്നതിനായി 1.5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ്. കൃഷി വകുപ്പിൻ്റെ ഈ മഹത്തായ സംരംഭത്തിൽ നമുക്ക് കൂട്ടായ പരിശ്രമം നടത്തിയാൽ സംസ്ഥാനം പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.